മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ പുതിയ സൈനിക നീക്കങ്ങൾ. ഖത്തറിൽ ഇറാന് ലക്ഷ്യമാക്കി അമേരിക്കൻ മിസൈലുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഖത്തറിലെ അൽ ഉദൈദ് വ്യോമത്താവളത്തിൽ അമേരിക്ക പാട്രിയറ്റ് വ്യോമ പ്രതിരോധ മിസൈലുകൾ യുദ്ധസജ്ജമാക്കിയിരിക്കുകയാണ്. പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം സാധാരണയായി സ്ഥിരമായ സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്ന ഈ മിസൈലുകൾ ഇപ്പോൾ പെട്ടെന്ന് മാറ്റാൻ കഴിയുന്ന കൂറ്റൻ മൊബൈൽ ട്രക്കുകളിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ HEMTT ട്രക്കുകൾ എന്നത് പേരുകേട്ട ഒരു അപകടകാരിയാണ്. ഏതുതരം ഭൂപ്രദേശത്തിലൂടെയും ഇവയ്ക്ക് സഞ്ചരിക്കാനാകും. ഈ ട്രക്കുകൾ മിസൈൽ വിക്ഷേപണ സാങ്കേതിക വിദ്യ ഘടിപ്പിച്ചിരിക്കുന്ന ട്രക്കുകളാണ്. സ്ഥിരമായി ഒരിടത്ത് നിൽക്കാത്തത് കൊണ്ട് തന്നെ ഇവയെ ആക്രമിക്കുക എന്നതും അത്യന്തം പ്രയാസകരമാണ്. ഇറാനിൽ നിന്നുള്ള അപ്രതീക്ഷിത ആക്രമണങ്ങളെ നേരിടാനും മിസൈലുകൾ അതിവേഗം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും വിന്യസിക്കാനുമാണ് അമേരിക്കയുടെ ഈ ഒരു തന്ത്രപ്രധാനമായ നീക്കമെന്ന് കരുതപ്പെടുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ യുദ്ധസമാനമായ ഒരു അവസ്ഥയിലാണ്, സംഘർഷാവസ്ഥയിലാണ്. ഇറാന്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾക്കും മേഖലയിലെ സായുധ പ്രോക്സി ഗ്രൂപ്പുകൾക്കുമുള്ള പിന്തുണയ്ക്കുമെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായ മുന്നറിയിപ്പാണ് നേരത്തെ തന്നെ നൽകിയിരുന്നത്. സമവായത്തിന് തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ മടിക്കില്ലെന്ന് അമേരിക്കൻ ഭരണകൂടം വ്യക്തമാക്കുന്നു. മറുവശത്ത് ഇറാനും പൂർണ്ണ സജ്ജമാണ്. തങ്ങളെ ആക്രമിച്ചാൽ ഖത്തർ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ അമേരിക്കൻ സൈനിക താവളങ്ങളും തകർക്കുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 2025-ൽ ഇസ്രയേലുമായി ഉണ്ടായ സംഘർഷത്തിന് ശേഷം ഇറാൻ തങ്ങളുടെ ഭൂഗർഭ മിസൈൽ ശേഖരം വർദ്ധിപ്പിക്കുകയും ഗൾഫ് തീരങ്ങളിൽ നാവികസേനയുടെ ഡ്രോൺ കാരിയറുകൾ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ എപ്പോൾ വേണമെങ്കിലും ഒരു സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായേക്കാവുന്ന സ്ഫോടനാത്മകമായിട്ടുള്ള സാഹചര്യമാണ് ഗൾഫ് മേഖലയിൽ നിലനിൽക്കുന്നത്. അമേരിക്കയുടെയും ഇറാന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത ഈ ഒരു സായുധ നിലപാടുകൾ ലോകത്തെ വീണ്ടും ആശങ്കയിലാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.